ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഹിന്ദി സൂത്രയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ലെറ്റർ പഠിച്ചാലോ? വാ പഠിക്കാം അല്ലേ? ഇത് മുന്നോക്കി സ്വതന്ത്രത എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലെറ്റർ ആണ്. ഈ ലെറ്ററിന്റെ ഫോർമാറ്റ് ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഫോർമലായിട്ട് നമ്മുടെ ടീച്ചേഴ്സിനോ അങ്ങനെയൊക്കെ എഴുതുന്നത്. ഇത് നമ്മൾ വലിയ ഫോർമലൊന്നും അല്ല, ഫോർമാലിറ്റി ഒന്നും ഇല്ലാണ്ട് തന്നെ എഴുതുന്നത്. മക്കളെ, നമുക്ക് ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാലേ എന്താ ഉപയോഗം? നമുക്ക് എല്ലാ പത്രത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള എല്ലാ ലെറ്ററിലും ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതിൻ്റെ മാറ്റർ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി അല്ലേ? ബാക്കിയെല്ലാം ഇതേ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ മുന്നൂക്കി സ്വതന്ത്ര എന്ന ചാപ്റ്ററിൽ മുന്നു ആർക്ക് എഴുതുന്ന ലെറ്ററാണ്? ജവഹർലാൽ നെഹ്റുജി അല്ലേ, പ്രൈം മിനിസ്റ്റർ ആ സമയത്ത്. അദ്ദേഹത്തിന് എഴുതുന്ന ഒരു കത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മുന്നുവിന് സ്വാതന്ത്ര്യം വേണം മക്കളെ, സ്വാതന്ത്ര്യം അല്ലേ? നോക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ നമുക്ക് ആദ്യം ഏത് സൈഡാണെന്ന് വളരെയധികം ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ എല്ലാം നോക്കി വെക്കണം. നമ്മൾ ഇവിടെ ഒരു ലെറ്റർ ആദ്യമായിട്ട് എഴുതുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് എന്താ വെക്കേണ്ടത്? പ്ലേസ് ആൻഡ് ഡേറ്റ് അല്ലേ, സ്ഥലവും ഡേറ്റും, സ്ഥലവും തീയതിയും വയ്ക്കുക. കണ്ടോ, വലത് സൈഡിൽ എന്താ വെക്കേണ്ടത്? സ്ഥലവും ഡേറ്റും. അല്ല എങ്കിൽ നമുക്കിപ്പോൾ എന്താ, ഇപ്പം കറക്റ്റായിട്ടുള്ള പ്ലേസ് നമുക്കറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഡേറ്റ്, അന്നത്തെ ഡേറ്റ് നിങ്ങൾ എക്സാം എഴുതുന്ന ടൈമിലുള്ള ഡേറ്റ് തന്നെ വയ്ക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ഡേറ്റ് വയ്ക്കാം. ഇവിടെ ഇപ്പോൾ വച്ചേക്കുന്നത് എന്താ? കാരണം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്, ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്തല്ലേ മുന്നു എഴുതുന്ന ലെറ്റർ, അതുകൊണ്ടാണ് ആ ഡേറ്റ് വച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതല്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? സ്ഥാൻ താരിഖ് എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ സ്ഥാനിന് പകരം നൈദില്ലി, ന്യൂഡൽഹി എന്ന് വെച്ചിട്ടുണ്ട്. നൈദില്ലി എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയാണ്. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഉണ്ട്, 9/1/1949 ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതിന് പകരം ഈ ഇത് കറക്റ്റായിട്ട് നമ്മൾ വയ്ക്കുന്നതിന് പകരം നമുക്ക് സ്ഥാൻ താരീഖ് എന്ന് പറഞ്ഞിട്ടും വയ്ക്കാം. അതായത് ഈ ഭാഗത്ത് അല്ലേ, ഇവിടെ നമുക്ക് സ്ഥാൻ താരീഖ് എന്നും വയ്ക്കാം. ഈ പ്ലേസും ഡേറ്റും എഴുതാണ്ട്. ഓക്കെ, അപ്പം എവിടെ എഴുതേണ്ടത്? എന്നോടൊപ്പം പറഞ്ഞ് പഠിക്കണം കേട്ടോ. റൈറ്റ് സൈഡിൽ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യം റൈറ്റ് സൈഡിലായിട്ട് പ്ലേസ് ആൻഡ് ഡേറ്റ് പറഞ്ഞ്, പ്ലേസ് ആൻഡ് ഡേറ്റ്. അടുത്ത സല്യൂട്ടേഷൻ. അടുത്തത് നമ്മൾ എന്താ എഴുതേണ്ടത്? കണ്ടോ, ഇതാ ആർക്കാ നമ്മൾ എഴുതുന്നത്? അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചാച്ചാ നെഹ്റുജി അല്ലേ, അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട നെഹ്റുജി എന്നല്ലേ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്യാരേ ചാച്ചാജി, പ്യാരേ ചാച്ചാ നെഹ്റുജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് കണ്ടോ, ഇവിടെ പിന്നീട് നമ്മൾ ആ മാറ്റർ എഴുതുന്നു. മാറ്റർ എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് വീണ്ടും റൈറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്? പ്യാരേ സേ ആപ്കാ മുന്നു, സ്നേഹത്തോടെ. നമ്മൾ എഴുതില്ലേ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്, ലവിങ്ലി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് തന്നെയാണ് ഹിന്ദിയിൽ പ്യാർ സേ, സ്നേഹത്തോടെ ആപ്കാ മുന്നു. മുന്നു നമ്മൾ പേരെഴുതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? സേവാമേ. സേവാമേ എന്ന് പറഞ്ഞാൽ ടു അഡ്രസ്സാണ് കേട്ടോ. ടു അഡ്രസ്സ് ആർക്കാണോ അയക്കുന്നത്. ഫ്രം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് അല്ലേ, നമ്മൾ അയക്കുന്നതാണ്. ഇപ്പം ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സാണ് നമ്മൾ സേവാമയം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അഡ്രസ്സൊന്നും കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതി വെക്കേണ്ട, അതിൻ്റെ ഒരു ആവശ്യവും. സേവാമയം നാം പത, അത്രയേ ഉള്ളൂ. ഈ നാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? നാം എന്ന് പറഞ്ഞാൽ നെയിം അല്ലേ, അത് നിങ്ങൾക്കറിയാം. അപ്പം ഈ പത എന്ന് പറഞ്ഞാലോ? പത എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്, പത എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്, നാം നെയിം. അപ്പോൾ ടു നെയിം ആൻഡ് അഡ്രസ്സ്, അത്രയേ ഉള്ളൂ. അതിനെയാണ് സേവാമേം നാം പത. ടു അഡ്രസ്സാണ്, ആർക്കാണോ അയക്കുന്നത് അവരുടേതാണ്. നമുക്കിനി ലെറ്റർ നോക്കാം. കണ്ട പത്ര. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ട? എക്സാമിൽ നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടാണ് മക്കളെ, എന്ന് വെച്ചാൽ കല അല്ലേ. നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എഴുതണം അല്ലേ ഒരു ആൻസർ. അല്ലാണ്ട് വേണ്ടാതെ അയ്യോ എങ്ങനെയെങ്കിലും എഴുതിയാൽ മതി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ പത്രമൊക്കെ എഴുതുമ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നല്ലൊരു ബോക്സ്, ഒരു കോളമൊക്കെ നമുക്ക് ഇതുപോലെ കണ്ടാൽ നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു നല്ല ബോക്സൊക്കെ വരച്ചിട്ട് എഴുതുക. നല്ല നീറ്റായിട്ട് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേജ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ എക്സാം ടൈമിന്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് ചിലപ്പോൾ വളരെ കുറച്ച് സ്ഥലം ഉണ്ടായിരിക്കുള്ളൂ, എന്നാലും അവിടെ എഴുതണ്ട, നമ്മൾ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അടുത്ത പേജിലോട്ട് പോയി എഴുതിയാൽ മതിയാവും. ഓക്കെ,
അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതണ്ടേ? നേരത്തെ പറഞ്ഞു അല്ലേ, സ്ഥാൻ താരിഖ്. കണ്ടോ, ശ്രദ്ധിച്ചോ? സ്ഥാൻ താരിഖ്. ഇല്ലെങ്കിൽ നമുക്കിവിടെ എന്താണെന്ന് എഴുതാം? ഏതാണോ സ്ഥാൻ, നയി ദില്ലി എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എഴുതാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്യാരേ ചാച്ച നെഹ്റുജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ അഭിസംബോധന ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചോദിക്കില്ലേ ഹൗ ആർ യു എന്ന് ചോദിക്കില്ലേ? ചോദിക്കും. അതിന് പകരം നമുക്ക് ഹിന്ദിയിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ആപ് കേസേ ഹൈ, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ചാച്ചാജി, നിങ്ങൾക്ക് സുഖമാണോ? താങ്കൾക്ക് സുഖമാണോ? ആപ്പ് എന്ന് ഉദ്ദേശിച്ച താങ്കൾ, റെസ്പെക്റ്റ്ഫുള്ളി വിളിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ തും എന്ന് ഉപയോഗിക്കാം. തും, നീ, നിങ്ങൾ എന്ന മീനിങ് വരും. നമ്മളിപ്പോൾ ഭയങ്കര ബഹുമാനത്തോടെ ഒരാളോട് സംസാരിക്കുമ്പോൾ ആപ്പ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കും. അപ്പോൾ ആപ് കേസേ ഹേ, താങ്കൾ എങ്ങനെയാണ്? സുഖമായിട്ടിരിക്കുന്നുണ്ടോ? മുझे आपसे कुछ शिकायत है, എനിക്ക് താങ്കളോട്, കണ്ടോ ആപ്സേ എന്നാണ്, ആപ്സേ താങ്കളോട്, കുച്ച് ഷിക്കായത്ത് ഹേ, ഷിക്കായത്ത് എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ്, പരാതി, എനിക്ക് കുറച്ച് പരാതി പറയാനായിട്ടുണ്ട്. ആപ് കഹത്തെ ഹൈങ്കി, താങ്കൾ പറയുന്നു, ഹമേ സ്വതന്ത്രത മിൽ ഗയി, നമുക്ക് എന്ത് കിട്ടിയെന്ന്? സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. താങ്കൾ പറഞ്ഞിട്ടില്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്? കിന്തു, പക്ഷേ, മുझे तो, എനിക്കാണെങ്കിലോ, രത്തി ഭർഭി, അല്പം പോലും, രത്തി ഭർഭി എന്ന് പറഞ്ഞാൽ കുറച്ചു പോലും, സ്വതന്ത്രത നഹി മിലി, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അല്ലയോ ചാച്ചാജി, അല്ലയോ നെഹ്റുജി, താങ്കളല്ലേ പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്? പക്ഷേ എൻ്റെ കാര്യം നോക്കൂ, എനിക്ക് അല്പം പോലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. എന്നിട്ട് കാര്യം പറയാണ്, मैंने ഫൗണ്ടെയിൻ പെൻസെ, मैंने, ഞാൻ, ഫൗണ്ടെയിൻ പെൻ, മഷിപ്പേന ഉപയോഗിച്ച്, ഫർഷ് പർ, തറയിൽ അല്ലെങ്കിൽ നിലത്തിൽ, ലിഖത്തെ സമയ്, എഴുതുന്ന സമയത്ത്, ഞാൻ മഷിപ്പേന ഉപയോഗിച്ച് തറയിൽ എഴുതിയപ്പോൾ, അമ്മാനെ, അമ്മ, കലം ചീൻലി, കലം എന്താ? പേന, പേന എൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. ഗരം ദൂത് ന പിയാ തോ ഠാണ്ട, ഗരം ദൂത്, ചൂട് പാല്, ന പിയ, കുടിച്ചില്ല. നാ എന്ന് വെച്ചാൽ നഹീം, ഇല്ല എന്ന അർത്ഥമാണ് കേട്ടോ. ഞാ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ വെറും ഞാ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നാ പിയാത്തോ ഠാണ്ട, കുടിക്കാത്തപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. എന്താ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട സ്വാതന്ത്ര്യം ഇല്ലേ? എന്തിനാ അമ്മ എന്നെ ഇങ്ങനെയൊക്കെ വഴക്ക് പറയുന്നത് അല്ലേ? സടക്ക് ബർ ഖേൽനെ ഗയാത്തോ, സടക്ക് ബർ എന്ന റോഡിൽ, ഖേൽനെ ഗയാത്തോ, കളിക്കാൻ വേണ്ടി പോയപ്പോൾ, വാപ്പസ് ബുലായ, വാപ്പസ് ബുലാന, തിരികെ വിളിക്കുക, മടങ്ങി വരിക. വാപ്പസ് ആന മടങ്ങി വരിക എന്നാണ്. അപ്പോൾ ബുലായ വിളിക്കുക, തിരികെ വിളിക്കുക. ഇതാണ് വാപ്പസ് ബുലായ, തിരികെ വിളിച്ചു. ജബർദസ്തി പാൻറ്റ് പഹന ദിയ, ജബർദസ്തി, നിർബന്ധപൂർവം, പാൻറ്റ് പഹന ദിയ, എന്നെക്കൊണ്ട് പാൻറ്റ് എടുപ്പിച്ചു, പാൻറ്റ് ധരിപ്പിച്ചു. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് പാൻറ്റ് ഇടാണ്ട് നിൽക്കാൻ, അല്ലേ, പാൻറ്റ് ഇടാണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്നൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? ബലപൂർവ്വം പിടിച്ച് എന്നെക്കൊണ്ട് പാൻറ്റ് എടുപ്പിച്ചു. എന്താണ് ചാച്ചാജി ഇതൊക്കെ, അല്ലേ? പുസ്തക് സേ, പുസ്തകത്തിൽ നിന്നും, തസ്വീർ ഭാഡ്നെ ഭർ ടാണ്ട, തസ്വീർ എന്താ? പിക്ചർ, ചിത്രം, വലിച്ചു കീറിയപ്പോൾ, ഠാണ്ട, വഴക്കു പറഞ്ഞു. കമീസ്കോ, എന്താ? ഷർട്ടിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ, ചണ്ട ബനാനെ പർ, ഫ്ലാഗ് നിർമ്മിച്ചപ്പോൾ, തമാച്ച ജഡ്ദിയ, എന്നെ അടിച്ചു. ഇസലിയെ, അതുകൊണ്ട്, ആപ് തുരന്ത് മേരി അമ്മാക്കോ, താങ്കൾ, തുരന്ത്, പെട്ടെന്ന് തന്നെ, മേരി അമ്മാക്കോ, എൻ്റെ അമ്മയ്ക്ക്, ലിഖ് ദീജിയെ, എഴുതണം. എന്തോ എഴുതണം? മറുപടി കത്ത് ഉടൻ തന്നെ എഴുതണം. പെട്ടെന്ന് നടപടി എടുത്തേ പറ്റൂ എന്ന് മുന്നു പറയുന്നുണ്ട്. എന്താ അമ്മയ്ക്ക് മറുപടി കത്ത് എഴുതേണ്ടത്? കി, എന്തെന്നാൽ, വ മുझे സ്വതന്ത്രത ദേ, എനിക്ക് സ്വാതന്ത്ര്യം തരാൻ പ്ലീസ് ചാച്ചാജി, ദയവേതൊന്ന് എൻ്റെ അമ്മയ്ക്ക് മറുപടി കത്ത് എഴുതുവോ എന്ന് ആരോട് ചോദിക്കുകയാണ്? മുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിനോട് കത്തെഴുതി ചോദിക്കുവാണ്, അല്ലേ? എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് നിർത്തുന്നുണ്ട്. എന്താണ്? വ മുझे സ്വതന്ത്രത ദേ, എനിക്ക് സ്വാതന്ത്ര്യം തരാൻ എൻ്റെ അമ്മയോടൊന്ന് പറയൂ ചാച്ചാജി പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ്, ഇതിപ്പോൾ മാറ്റർ അല്ലേ, കണ്ടൻസ് ഇത്രയും നമ്മൾ എഴുതി. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ
പഠിച്ചതാണ്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഫലം എങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്തതാണ് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരണേ മക്കളെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡിൽ എന്താ, പ്യാർ സേ ആപ്കാ മുന്നു, അല്ലേ, സ്നേഹത്തോടെ താങ്കളുടെ മുന്നു, പ്രിയപ്പെട്ട മുന്നു. എന്നിട്ട് ഇടത് സൈഡ് ലെഫ്റ്റ് സൈഡിൽ എന്താ, ടു അഡ്രസ്സാണ്. ടു അഡ്രസ്സ് സേവാമേം നാം പത, പേരും അഡ്രസ്സും. ഓക്കെ അല്ലേ മക്കളെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഈ ലെറ്റർ ഫോർമാറ്റ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ആ കണ്ടൻറ്റ് എന്താണോ അത് നന്നായിട്ട് വായിക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ ഇത് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഉറപ്പായിട്ട് എക്സാമിന് വരാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണിത്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. എപ്പോൾ പഠിച്ചാലും നിങ്ങൾ ഇനി അങ്ങോട്ട് മുകളിൽ ഏതെങ്കിലും ക്ലാസ്സിൽ, ഏതെങ്കിലും എന്നല്ല, എല്ലാ ക്ലാസ്സിലും പോകുമ്പോഴത്തേനും ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളത് തന്നെയാണ് ഈ പത്ര ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കണമെന്ന് ആശംസിക്കുന്നു. താങ്ക്